Hi friends, welcome to Lino's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ചില്ലി ചിക്കൻ ആണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതെന്ത് ചില്ലി ചിക്കൻ, ഇങ്ങനെയാണോ ചില്ലി ചിക്കൻ ഇരിക്കുന്നത്? പക്ഷേ ഇത് കേരള സ്റ്റൈൽ ചില്ലി ചിക്കൻ ആട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചെറിയ പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം, മീഡിയം സൈസായിട്ടും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ശരിക്കും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓറിഗാനോ 1/2 ടീസ്പൂൺ. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കാശ്മീരി മുളകിന് എരിയുണ്ട്, അതാ ഞാൻ കാശ്മീരി മാത്രം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം എരിവിനനുസരിച്ച്. പിന്നെ നാരങ്ങ നീര്, അത് ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഇച്ചിരി, കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലായിടത്തും തേച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ചില്ലി ചിക്കൻ എന്ന് പേരിട്ടത് പണ്ടൊക്കെ മമ്മി ഈ എക്സ്ട്രാ വരുന്ന അല്ലെങ്കിൽ ബാക്കി വരുന്ന വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്ന പേരാണ് ചില്ലി ചിക്കനാണ്. അപ്പോൾ അന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ ചൈനീസാണ് ചില്ലി ചിക്കൻ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും. അപ്പം ഞങ്ങളുടെ ചില്ലി ചിക്കൻ ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിന് കേരള സ്റ്റൈൽ ചില്ലി ചിക്കൻ എന്ന് പേരിട്ടത്. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം, 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എത്ര വേണമെങ്കിലും വെക്കാം. വേണമെങ്കിൽ അപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്നാകുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് പകുതി വേവാവുന്ന വരെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. പിന്നെ പകുതി വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ, കാരണം ആ വെള്ളം എല്ലാം പറ്റണം. അപ്പോൾ വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് വേവാവും. അപ്പോൾ ഞാനിനി ഇത് തുറന്ന് വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനിലെ വെള്ളം എല്ലാം പറ്റി ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം, സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ടിടുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ ഈ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇടുമ്പോൾ, അതായത് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേ അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിനാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വാടുന്ന വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 6-8 അല്ലി വെളുത്തുള്ളി, അതും നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ സവാള ഇടുന്നതിന് മുമ്പ് ഇതൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് ആ എണ്ണയിലോട്ട് ഇറങ്ങും. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് സവാള ചേർക്കാം. അപ്പം ഞാനിവിടെ 800 ഗ്രാം ചിക്കൻ അല്ലേ, അതിന് വേണ്ടിയിട്ട് 5 സവാളയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ സ്ലൈസ് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ 5 സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തത് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ആൻഡ് ഇത് നന്നായിട്ട് ബ്രൗൺ ആവണം, എന്നാലേ നമ്മുടെ ചില്ലി ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഈ സവാള മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കണം, അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട്. അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക്
ഇങ്ങനെ എല്ലിന്ന് മുറിച്ചെടുത്ത് നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഈ പാത്രത്തിലിരിക്കുന്ന മസാല ഒക്കെ വേണം കേട്ടോ, അതെല്ലാം നല്ല ടേസ്റ്റും ഫ്ലേവറുമാണ്. അപ്പോൾ നമുക്ക് എല്ല് മാത്രം മാറ്റിക്കളയാം. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട്, ഒത്തിരി അങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു റാൻഡം രീതിയിൽ നമ്മളിങ്ങനെ പിച്ചി പറിച്ചെടുക്കുക. ഞങ്ങൾ വീട്ടിൽ ഇതിൽ പറയുന്നത് ചിക്കി ചിക്കി ചില്ലി ചിക്കൻ എന്നാണ്, കാരണം ചിക്കി ചിക്കി എടുക്കുമല്ലേ, അത് ഞങ്ങൾ വീട്ടിൽ പറയുന്ന പേരാ അത്. അപ്പോൾ എല്ലാം അങ്ങനെ ഞാൻ എടുത്ത് മാറ്റി സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, സവാള എല്ലാം മൂത്തിട്ടുണ്ട്, പിന്നെ നമ്മളിട്ട മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിച്ചി പറിച്ച് വെച്ച ചിക്കൻ ചേർക്കാം. അപ്പോൾ ആ ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ആ സവാള എല്ലാം നന്നായിട്ട് മിക്സായി വരണം എല്ലാം കൂടെ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഈ കുക്കിങ്ങിൽ പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സീസൺ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ഒറ്റയടിക്ക് ഉപ്പിടാതെ ഓരോ ബാച്ചായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉപ്പിടുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ കറിവേപ്പില നമ്മൾ ആദ്യം കുറച്ചിടുക, പിന്നെയും കുറച്ചിടുക, അങ്ങനെ ലാസ്റ്റ് കുറച്ചിടുക. അപ്പം നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതാ ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇല്ലായിരുന്നു, ആവശ്യത്തിന് ഉപ്പില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഞാൻ ചേർക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ഈ സവാള കിടന്നൊന്ന് ചൂടാവണം, അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഒരു ഡ്രൈ ഡിഷാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയിൽ ചുരുട്ടി അല്ലെങ്കിൽ ബ്രെഡിനകത്ത് വെച്ച് ഒരു സാൻഡ്വിച്ച് പോലെ, ഇതൊക്കെ നല്ല ഓപ്ഷനാണ് ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ, കുട്ടികൾക്ക് കൊടുത്തു വിടാനും. ഇപ്പം ചപ്പാത്തിയിലായാലും ബ്രെഡിലായാലും നമുക്കിങ്ങനെ ചുരുട്ടി സാൻഡ്വിച്ച് പോലെ ആക്കി കൊടുത്തു വിടാൻ നല്ല ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ ചില്ലി ചിക്കൻ, ചിക്കി ചിക്കി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്, കാരണം നല്ല കളറും നല്ല ഫ്ലേവറും ഒരു ഗാർണിഷിന് വേണ്ടി ഞാനിവിടെ മല്ലിയില ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ കേരള സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വെരി ഈസി ടു മേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൻ.